Seeking for a historic third term, the ruling LDF in Kerala is pinning its hope on the infrastructure and welfare projects it has rolled out in the past 10 years. But not everything is smooth within the coalition. The party is facing an unprecedented crisis where a lot of rebel leaders are contesting across districts. One such constituency is Alapura's Ambalapura, where former minister and senior CPIM leader G. Sudhakaran is contesting. Similarly, former Chornur MLA and expelled CPIM leader PK Shashi is contesting in Ottapalam. And in Kannur, which is considered party's bastion, two leaders are contesting in Taliparambu and Payyanur. Today, we are traveling across Kannur's these two constituencies to understand how the party is overcoming this issue and what is happening on the ground. ഞാൻ 10-60 വർഷമായി CPM-ൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരാളാണ്. എന്നാൽ അങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനിവിടെ ഈ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നത്. അതിന് കാരണം പാർട്ടിക്കകത്ത് പുലർത്തേണ്ടുന്ന ജനാധിപത്യവും ഉൾപാർട്ടി ജനാധിപത്യവും തീർത്തും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ ഇവിടെ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പത്തിനെതിരെ ചോദ്യം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ഇത് CPM-നകത്തില്ലാത്തൊരു ശീലമാണ്. അങ്ങനെ രീതിയും CPM-നകത്തില്ല. പിന്തുടർച്ചാവകാശ രീതിയൊന്നും CPM-നകത്തില്ല. ഇതിനെ പാർട്ടി ആകെ എതിർത്തു. ഞാൻ മാത്രമല്ല, പാർട്ടി ആകെ എതിർത്തു. പക്ഷേ എതിർത്ത് യാതൊരു ഫലവുമില്ല. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇത് പാർട്ടി തീരുമാനമാണ്, പാർട്ടി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പാർട്ടിയിൽ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഞാൻ പ്രതിഷേധിച്ചു. അങ്ങനെയാണ് അതിനെതിരായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ UDF-ൻ്റെ ആളുകൾ, UDF-ൻ്റെ നേതൃത്വം എനിക്ക് പിന്തുണ നൽകി. ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയം, ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ UDF-ൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് പറയുകയും UDF പിന്തുണ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ UDF-ൻ്റെ പിന്തുണയിട്ടാണ് മത്സരിക്കുന്നത്. ഈ മത്സരം യഥാർത്ഥത്തിൽ ഈ തളിപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അതിലെല്ലാം ഉപരി CPM-ലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. CPM-നകത്ത് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അതായത് ഈ അനീതി അവസാനിപ്പിക്കണം, ഈ ധാർഷ്ട്യവും ധിക്കാരവും അവസാനിപ്പിക്കണം. സഖാക്കൾക്ക് നേതാക്കന്മാരെ MLA-യും പോയി കാണാനും അവരാവശ്യവും പരാതിയും പരിദേവനങ്ങളും പറയാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. While PK Govindan is leading the UDF campaign in Taliparambu, the same is happening in Payyanur constituency, kilometers away from there. Here, VK Kunyikrishnan, who was expelled in January this year after publicly criticizing against the party for the alleged financial irregularity, is contesting. Similarly, CPIM leader G. Sudhakaran has been criticizing the party's policies. However, CPM says it will not affect them anywhere. The UDF has taken everything to utilize this opportunity, with senior KPCC and AICC leaders leading the campaign here. However, the CPM is hoping to overcome this through its organizational machinery. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മണ്ണാണ് കണ്ണൂർ ജില്ലയുടെ മണ്ണ്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങൾ. ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലർ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവരിപ്പോൾ UDF-ൻ്റെ ഭാഗമായി, കോൺഗ്രസിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുകയാണ്. തീർച്ചയായും അതിനെ രാഷ്ട്രീയമായി കാണാനുള്ള രാഷ്ട്രീയ വിവേകവും പക്വതയും കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു വെല്ലുവിളിയെ കരുത്തോടുകൂടി ഏറ്റെടുക്കാനുള്ള കരുത്ത്, ഏറ്റെടുക്കാനുള്ള ശേഷി കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇതൊന്നും തിരഞ്ഞെടുപ്പിന് ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കണ്ണൂരിൽ എങ്ങനെയാണോ ഇടതുപക്ഷമുള്ളത്, നേരത്തെ എങ്ങനെയാണോ ജയിച്ചിരുന്നത്, അതുപോലെ തന്നെ തീർച്ചയായും ഇടതുപക്ഷം ജയിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. Former leaders are leading a battle against their own party with the support of UDF. The CPM is hoping to overcome this damage through its strong organizational structure. However, it is sure that even a small dip in margin in these constituencies will damage the party.